പ്രിയ ബഹുമാനമുള്ള സംവിധായകരെ, ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുവാൻ നാം ഓരോരുത്തരും അർഹതപ്പെട്ടവരാണ്. അതിനുവേണ്ടി രാജ്യത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയുമുള്ള നന്മകൾ ഉണ്ടാകുവാനും ഒന്നാമത് സമാധാനം ഉണ്ടാകുവാനും വേണ്ടിയുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുവാൻ സംവിധായകരായ നിങ്ങളേവരും മുന്നോട്ട് വരികയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്കിപ്പോൾ ഏത് പാർട്ടി ഇവിടെ വന്നാലും വികസനം വേണം. കുറേ ഈ ഏറ്റവും കൂടുതലുള്ള അംഗപരിമിതർക്ക്, വികലാംഗർക്ക് ജോലിയില്ല. നമ്മൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ ഇനിയും നല്ല കാര്യങ്ങൾ വരാണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അതിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും, ഇപ്പം കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസവും. പിന്നെ വിദ്യാഭ്യാസത്തിൽ ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജോലി കിട്ടാതെ തെണ്ടി തിരിയുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഒരാൾ, ഒരു അംഗപരിമിതൻ എൻ്റെ വീട്ടിലുണ്ട്. പുള്ളി MA കഴിഞ്ഞ് BEd കഴിഞ്ഞ് ഇപ്പോഴും ജോലി കിട്ടാതെ ഈ സംവരണം കൂടിപ്പോയോണ്ടും അങ്ങനെ കിട്ടാതെ ജോലി ഇപ്പോഴും ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് നമുക്കിപ്പം വേണ്ടത്. ഞാൻ തിരുവനന്തപുരം മണ്ഡലം താമസിക്കുന്ന ആളാണ്. നമ്മുടെ നാടിന് വികസനം വേണം. വികസനം ചെയ്യാൻ ഇവിടെ ഹൈടെക് സിറ്റിയൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ പല വാഗ്ദാനങ്ങളും പലരും പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇതുവരെ ഒന്നും നമുക്ക് നടപ്പാക്കി കിട്ടിയില്ല. ജനങ്ങൾ അതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക, അതാണ് എൻ്റെ ആഗ്രഹം, നമ്മുടെ ജനങ്ങളുടെ ആഗ്രഹം. നമുക്ക് വികസനമാണ് വേണ്ടത്. മാറി വരുന്ന രാഷ്ട്രീയം, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി ഇവിടെ MP വന്നായി. ഞങ്ങൾക്ക് ഇനി വേണ്ടത് വികസനം. ഈ പന്ന്യൻ എവിടെ ഉള്ള ആളെന്ന് ഞങ്ങൾക്കറിയില്ല. ശശി തരൂർ എവിടെ ഉള്ള ആളെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അവർ ജയിക്കുക, അവർ പോവുക. നമ്മളെ പാറശാലയിൽ എന്ത് ഉപകാരം. ഇതിൻ്റെ മുമ്പേ പന്ന്യൻ ജയിച്ച സമയത്തിൽ ഇവിടെ അങ്ങേര് ജയിച്ച സമയത്തിൽ ഇവിടെ കുറച്ച് നേരം വന്നു, അങ്ങേരെ പാട്ടിന് അങ്ങേര് പോയി. നമ്മളെപ്പോലെ പാവങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതെ, നമ്മളെ പാറശാലയിലുള്ള ആൾക്കാർ നിന്നിരുന്നാലും AT ജോർജോ ആരെങ്കിലും നിന്നാലും അവർക്ക് നമ്മൾ ഒരു വോട്ടിട്ട് കൊടുത്താലും അതിനുള്ള പ്രതിഫലം നമുക്കുണ്ട്. പന്ന്യൻ എവിടെ ഉള്ള ആളെന്ന് എനിക്കറിഞ്ഞൂടാ. ശശി തരൂർ അവർ എവിടെ ഉള്ള ആളെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പാറശാലയ്ക്ക് അവർ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എവിടെ ഉള്ള ആളോ എന്തോ. ആര് ഭരിച്ചാലും കുഴപ്പമില്ല, ഭരണമെല്ലാം നല്ല രീതിയിൽ നടക്കണം. ഇപ്പം വികസനം ഒന്നും നടക്കുന്നില്ല. പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. എല്ലാവരും വൈദ്യുതമെല്ലാം പെൻഷൻ കിട്ടാത്തതിൻ്റെ ബഹളത്തിലാണ്. എല്ലാം പറഞ്ഞ് ഒതുക്കിയിരിക്കുകയാണ്. ആര് ജയിച്ചാലും ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ, വികസനം ഇതെല്ലാം നടക്കണം. അതാണ് ഇവിടുത്തെ ആവശ്യം. വികസനം ഒരുപാട് നടക്കാനുണ്ട്. എൻ്റെ ചെറുപ്പക്കാലം കൊണ്ട് നടക്കുന്നതിന് ഇപ്പോൾ വലിയ വികസനമൊന്നും ഇതുവരെ നടക്കാറില്ല. അതുകൊണ്ട് ഇവിടെ വികസനം നടക്കണം, പാവപ്പെട്ടവരുടെ ക്ഷേമം അറിയണം. ഇതൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. വികസനവും ഈ പാവപ്പെട്ടവൻ്റെ ക്ഷേമവും നടത്തുന്ന ഒരാളായിരിക്കണം അടുത്ത ജനപ്രതിനിധിയായിട്ട് തിരിച്ചു വരേണ്ടത്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി അതിനുള്ള ഇത് കിട്ടണം. പാറശാലയെ പറ്റി പറഞ്ഞാൽ നമുക്കിവിടെ സാധനങ്ങൾ വില കുറച്ച് കിട്ടണം. പിന്നെ ശശി തരൂർ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. 15 വർഷമായി ഇവിടെ വന്നിട്ട്. വികസനം എന്ന് പറഞ്ഞാൽ റോഡെല്ലാം പുരോഗതി ആക്കണം, പല കാര്യങ്ങളും ചെയ്യണം. ഇങ്ങനെ ഇവിടെ ഒരു പാർട്ടിക്കാരെ ഒരു സഹായവും ഉണ്ടായിട്ടില്ല ഇത്രയും കാലമായി. എനിക്ക് 76 വയസ്സായി. ഒരു പാർട്ടിയുടെ ഒരു കാര്യങ്ങളും നേരിൽ നടക്കുന്നില്ല. എല്ലാം ഒളിച്ചൊക്കെയാണ് നടക്കുന്നത്. കാരണം എല്ലാം സ്വാധീനത്തിൽ കാര്യങ്ങളൊക്കെ നടക്കണം. എൻ്റെ വീട് തന്നെയും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ മഴ നനഞ്ഞ് കിടക്കാൻ വയ്യാത്ത രീതിയിൽ കിടക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരാൾ വന്ന് വീട് കണ്ടിട്ട് പോയി. ഇന്ന് വരെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ എല്ലാവരും അങ്ങനെ തന്നെ ഈ ജംഗ്ഷനിൽ ഒരു കാര്യവും നടത്തുന്നില്ല. അത് തീർച്ചയായിട്ടും സത്യമുള്ള ഒരു കാര്യമാണ്. ഒരു പാർട്ടിയും നടത്തുന്നില്ല. ഞങ്ങൾ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജംഗ്ഷനിൽ വന്നിരിക്കുകയും ആളുകളുമായിട്ട് സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പാർട്ടിയും സഹകരണമില്ല.
Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.